നമസ്കാരം. ഷൗക്കത്ത് അലി എന്ന പോലീസ് ഓഫീസർ ഇന്ന് മരണമാസായി കേരളത്തിൻ്റെ ഹൃദയത്തിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി സർക്കാരിൻ്റെ ആട്ടും തുപ്പുമേറ്റ ഈ അഭിമാനിയായ പോലീസ് ഓഫീസർ ഭരത് ചന്ദ്രൻ IPS എന്ന കഥാപാത്രത്തെ വെല്ലുന്ന രീതിയിൽ കേരളക്കരയിലേക്ക് തിരിച്ചു വരികയാണ്. കൊടിസുനിയെപ്പോലുള്ള കൊടും ക്രിമിനലിനെ അറസ്റ്റ് ചെയ്ത് കോഴിക്കോട് ജില്ലാ CPMൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന P. മോഹനനെ വഴിയിൽ വണ്ടി നിർത്തി അറസ്റ്റ് ചെയ്തിരുന്ന സർക്കാരിൻ്റെ കണ്ണിലെ കരടായി മാറേണ്ടി വന്നപ്പോഴും ധീരതയോടെ തൻ്റെ ഉത്തരവാദിത്വങ്ങൾ നിർവഹിച്ച ഒരു പോലീസ് ഓഫീസറാണ് ഇന്ന് കേരളത്തിൻ്റെ അഭിമാന താരമായി അരങ്ങിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ തലങ്ങും വിലങ്ങും വേട്ടയാടിയ കാലത്തിന് അറുതി വരുത്താൻ വലിയ ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് കേരളത്തിൻ്റെ പുതിയ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല. കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലാ പോലീസ് അധികാരികളും 10 വർഷക്കാലം പിണറായി വിജയൻ്റെ പാദസേവകരായി നിന്നവരാണ് എന്ന് തിരിച്ചറിവുള്ളവരാണ് കേരള ജനത. DYSPമാരായാലും CIമാരായാലും അതാത് സ്ഥലത്തെ CPM നേതാക്കൾക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കുന്നവരായിരുന്നു എന്ന സത്യം പകൽ പോലെ വ്യക്തമായിരുന്നു. അങ്ങനെയാണ് കേരളത്തിലെ ആയിരക്കണക്കിന് കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, ലീഗ്, യൂത്ത് ലീഗ് പ്രവർത്തകരെല്ലാം നിരവധി കള്ളക്കേസുകളിൽ കുടുങ്ങേണ്ടി വന്നിട്ടുള്ളത്. PSC റാങ്ക് ലിസ്റ്റിൽപ്പെട്ടവരും പോലീസ് റാങ്ക് ലിസ്റ്റിൽപ്പെട്ടവരും ഈ കേസുകൾ കൊണ്ട് ജോലി കിട്ടാതെ അലഞ്ഞു. വിദേശത്ത് ജോലി നോക്കാൻ പോലും കഴിയാതെ വീർപ്പുമുട്ടിയവർ ധാരാളമുണ്ടായി ഈ ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ. കഴിഞ്ഞ ദിവസം പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതികൾക്ക് പരോൾ അനുവദിച്ചത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ആഭ്യന്തര വകുപ്പ് മന്ത്രി പെട്ടെന്ന് തന്നെ ഇക്കാര്യത്തിൽ റിപ്പോർട്ട് ചോദിച്ചത് ഒരു കാര്യം വ്യക്തമാക്കുന്നു. പിണറായിയുടെ കാലത്ത് നടന്ന തോന്നിയാസങ്ങൾ ഇനി നടക്കില്ല എന്ന മുൻകരുതൽ. അതേ പെരിയ കേസിനെ തുടർന്ന് CPMൻ്റെ നിർദ്ദേശാനുസരണം 100-ലധികം വരുന്ന ചെറുപ്പക്കാരെയാണ് കള്ളക്കേസിൽ കുടുക്കിയത്. ഇതെല്ലാം എടുത്തുകളയാൻ തന്നെയാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല എന്ന ആഭ്യന്തരമന്ത്രിയുടെ തീരുമാനം. ആലപ്പുഴയിൽ ഇപ്പോൾ MLA ആയി മാറിയ തോമസ് ഉൾപ്പെടെയുള്ളവരെ മൃഗീയമായി തല്ലിച്ചതച്ച 4 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള അന്വേഷണമാണ് ഷൗക്കത്ത് അലിയെ ഏൽപ്പിച്ചത്. അന്വേഷണത്തിന് കാലാവധി ഉണ്ടായിരുന്നുവെങ്കിലും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അന്വേഷണം പൂർത്തിയാക്കി ഇപ്പോൾ തന്നെ ഷൗക്കത്ത് അലി ആഭ്യന്തരമന്ത്രിയെ കാണാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. അടുത്ത ദിവസം തന്നെ അന്വേഷണ റിപ്പോർട്ട് ആഭ്യന്തരമന്ത്രിക്ക് കൈമാറും. പ്രതിപക്ഷ നേതാവായ പിണറായി വിജയന്റെ ഗൺമാനായി മാറാനുള്ള തീരുമാനമായിരുന്നു ഈ പോലീസ് ഓഫീസർമാർക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ അതിന് തടയിട്ടുകൊണ്ട് കടക്ക് പുറത്ത് എന്ന് പറയാൻ തന്നെയാണ് ആഭ്യന്തരമന്ത്രി തീരുമാനിച്ചിരിക്കുന്നത്. വെറും 3-4 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായി മാറാൻ രമേശ് ചെന്നിത്തലയ്ക്ക് കഴിഞ്ഞു. ഓരോ വിഷയങ്ങളിലും കൃത്യതയോടെ, വ്യക്തതയോടെ, അതിലേറെ ജാഗ്രതയോടുകൂടി ഇടപെടാൻ കഴിയുന്ന ഭരണപരിചയമുള്ള ഒരു ആഭ്യന്തരമന്ത്രിയായി ഇപ്പോൾ രമേശ് ചെന്നിത്തല മാറിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് കൂട്ടുപോകാൻ കഴിയുന്ന ഏറ്റവും വലിയ പോരാളികളായി ഷൗക്കത്ത് അലിയെപ്പോലുള്ള SP-മാരും ഇപ്പോൾ മുന്നിൽ തന്നെ നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇതെല്ലാം പ്രതികാര രാഷ്ട്രീയത്തിൻ്റെ ഭാഗമല്ല. പക്ഷേ പ്രതികാര രാഷ്ട്രീയം കൈമുതലാക്കി വെച്ച പിണറായിയുടെ കാലഘട്ടത്തിൽ കേരളത്തിലെ കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, ലീഗ്, യൂത്ത് ലീഗ് പ്രവർത്തകന്മാരെ നിഷ്ഠൂരമാക്കി ഇല്ലാതാക്കാൻ ശ്രമിച്ചതിന് എതിരായിട്ടുള്ള അന്വേഷണങ്ങളും കണ്ടെത്തലുമാണ്. ഇവിടെ യഥാർത്ഥത്തിൽ നീതി ലഭിക്കുന്നത് ഒരു പറ്റം ചെറുപ്പക്കാർക്കാണ്. കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി വിരുദ്ധ പോരാട്ടത്തിൻ്റെ കുന്തമുനയായി വർത്തിച്ച ഒരു കൂട്ടം ചെറുപ്പക്കാർ മോചനത്തിൻ്റെ പാത തേടുകയാണ് കേരളത്തിൻ്റെ അഭിമാന താരമായി മാറിയ രമേശ് ചെന്നിത്തല എന്ന ആഭ്യന്തരമന്ത്രിയിലൂടെ.